ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട്. റഹീസ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, പല ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമണം ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താണ്? അമൃത, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പൊതുവെ ആക്രമണം കുറവായിരുന്നു. പക്ഷെ ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും ഒരു വലിയ തോതിലുള്ള കുറച്ച് തീവ്രമായ ആക്രമണം തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്ന് പറയണം. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി UAE-യിൽ നിന്ന് ആരംഭിച്ചതാണ്. UAE-യിൽ അബുദാബിയിലും ഫുജൈറയിലും ഒക്കെ ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇത് കാഷ്വാലിറ്റികളൊന്നും തന്നെ ഇല്ല. കൃത്യമായി തന്നെ ഈ പറയുന്ന മിസൈലുകളും ആക്രമണമൊക്കെയും ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് അത് ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള അറിയിപ്പാണ് ഈ UAE-യുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ വലിയ തോതിൽ UAE-യിൽ അങ്ങനെ ആക്രമണത്തിന്റെ ഈ അപകടം ഒന്നും അല്ലെങ്കിൽ കാഷ്വാലിറ്റികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതുവരെയും അത് സംബന്ധിച്ച് മറ്റു വിവരങ്ങളൊന്നും അധികൃതർ നൽകിയിട്ടുമില്ല. ഇന്ന് രാവിലെയോടുകൂടി പക്ഷെ ആക്രമണം കുറച്ചുകൂടി വ്യാപിച്ചു. അതായത് ബഹ്റൈനിലും ഒപ്പം തന്നെ കുവൈറ്റിലും ഖത്തറിലുമൊക്കെ ആക്രമണം ഉണ്ടായി. അതിൽ ബഹ്റൈനിലെ ആക്രമണമാണ് കുറെ അധികമൊക്കെയും നമ്മളെ അലോസരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്നതൊക്കെ അതാണ്. കാരണം റെസിഡൻഷ്യൽ ഏരിയകളിലാണ് ആക്രമണം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു ഇമ്പാക്ട്, അതിന്റെ അലയൊലികളൊക്കെ ഉണ്ടായത് റെസിഡൻഷ്യൽ മേഖലയിലാണ്. അവിടെ 2 ഹോട്ടലുകളിലും ഒപ്പം തന്നെ മറ്റൊരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലും ഇത്തരത്തിൽ കേടുപാടുകൾ ഉണ്ടായി. അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു, തീപിടുത്തമുണ്ടായി, അത് അണച്ചു. അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നം ബഹ്റൈനിൽ രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ ഒരു കാഷ്വാലിറ്റി പോലെ ഉണ്ടായ സ്ഥലം അല്ലെങ്കിൽ കുറച്ച് ആശങ്ക പേടിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് ബഹ്റൈനിലായിരുന്നു. ഒപ്പം ഏറ്റവും കൂടുതൽ സൈറനുകൾ മുഴങ്ങിയ ഒരു സ്ഥലവും ബഹ്റൈനാണ്. ഒപ്പം തന്നെ ഈ കുവൈറ്റും ഖത്തറും ഒക്കെ രാവിലെ ചെറിയ തോതിൽ ആക്രമണം നേരിട്ടു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കുവൈറ്റിലെ ആക്രമണം സ്ഥിരീകരിച്ചിട്ട് തന്നെയുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ കഴിഞ്ഞുവെങ്കിലും എന്നും അത് കൃത്യമായി തന്നെ ഇറാന്റെ ആക്രമണം പ്രതിരോധിച്ചിട്ടുണ്ട് എന്നും ഖത്തരി മിനിസ്ട്രി പറയുന്നുണ്ട്. അതിനപ്പുറം സൗദി അറേബ്യയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഇന്ന് രാവിലെ 2 തവണ ആക്രമണം ഉണ്ടായി. അതും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെയും ആക്രമണം കടക്കുന്നു എന്നുള്ള രീതിയിലാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആക്രമണം ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനം പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിലേക്ക് ഇറാൻ തൊടുത്ത 3 ബാലിസ്റ്റിക് മിസൈലുകൾ തടുത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒപ്പം തന്നെ ഈ കിഴക്കൻ പ്രവിശ്യയിലും ആക്രമണം ഉണ്ടായി. അവിടെ ഈ മക്ക, മദീന തുടങ്ങിയ മേഖലകളിൽ ഒഴികെ ബാക്കിയിടങ്ങളിലൊക്കെ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ചല്ലാതെ, ആ ഒരു മേഖല കേന്ദ്രീകരിച്ചല്ലാതെ ഇപ്പോൾ 2-3 തവണയെ ആക്രമണം നടക്കുന്നുണ്ട്. എന്തായാലും ഒരു വശത്ത് ഇന്നലെ സമാധാനം വേണം, ഇത്തരത്തിൽ ഐക്യമുണ്ടാകണം, ചുറ്റുമിരുന്ന് സംസാരിക്കണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം, സമവായം ഉണ്ടാക്കണം എന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഒക്കെ ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് ഇറാൻ എന്തായാലും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തൊടുത്തത്. ഇപ്പോഴും കാര്യമായ തോതിൽ അത് ഗൾഫ് രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയിട്ടില്ല എന്ന് ഈ ഘട്ടത്തിലും പറയാൻ കഴിയും. അമൃത, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.